ഹായ് എവരിവൺ, എല്ലാവർക്കും നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ 6ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെ പോകുന്നു നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയൊക്കെ? വേഗം ദിവസങ്ങൾ പോകുന്നതായിട്ടാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ദിവസം കഴിയാത്തതായിട്ടാണോ തോന്നുന്നത്? എനിക്ക് വേഗം പോകുന്നതായിട്ടാട്ടോ തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 6ാമത്തെ ദിവസത്തിലെ വർക്കൗട്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സ്ട്രെച്ചിങ് മാത്രമാണ്. വർക്കൗട്ട് വീഡിയോ ഇടുന്നില്ല. ഓൾറെഡി ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ നോക്കി എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഇന്നിപ്പോൾ സ്ട്രെച്ചിങ് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഞാൻ ഇതോടൊപ്പം തന്നെ ഇട്ടേക്കാം. പിന്നെ എൻ്റെ ഒപ്പം വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളവരാണെങ്കിൽ നാളെ നിങ്ങൾ സൺഡേ റെസ്റ്റ് എടുത്തോളൂ. ഒരു ദിവസം റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മടി കാണിക്കരുത് കേട്ടോ. നമ്മൾ സ്ട്രെച്ചിങ്ങൊക്കെ ചെയ്ത് നമ്മുടെ മസിൽസിനൊക്കെ റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം റെസ്റ്റ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് മടി തോന്നരുത്. അങ്ങനെയുള്ള ആൾക്കാർ റെസ്റ്റ് എടുക്കണം എന്നില്ല. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. പക്ഷെ മടി തോന്നാതെ മൺഡേ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നാളെ വൈകുന്നേരത്തോടു കൂടി ഞാനൊരു വീഡിയോ ഇട്ടേക്കാം. അത്യാവശ്യം വാമപ്പും ഫുൾ വർക്കൗട്ടും ഉള്ള വീഡിയോയാണ് ഇടുന്നത്. സ്ട്രെച്ചിങ് ഇപ്പോൾ ഓൾറെഡി ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം ലെങ്തി ആയിട്ടായിരിക്കും ഇടണേ. അപ്പോൾ നാളെ ഇടുന്ന വീഡിയോയിൽ നോർമൽ ഇടുന്ന സ്ട്രെച്ചിങ് പോലെ വാമപ്പും വർക്കൗട്ടും സ്ട്രെച്ചിങ്ങും എല്ലാം കൂടി ഉൾപ്പെടെ ഉള്ളത് ഇട്ടേക്കാം. നിങ്ങളതൊക്കെ നോക്കി ഫോളോ ചെയ്യാം. ഇനിയിപ്പോൾ ഡെയിലി ഞാൻ വീഡിയോസ് എന്തായാലും ഇടും, നമ്മുടെ വർക്കൗട്ടും ഫുഡ് പ്ലേറ്റ്സും ഒക്കെ. അപ്പോൾ അത് വരാൻ വെയിറ്റ് ചെയ്യേണ്ട. നാളെ ഞാൻ ഇടുന്ന വർക്കൗട്ട് വീഡിയോ നോക്കി നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് സെയിം വീഡിയോ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ലോസ് ജേർണിയൊക്കെ നല്ലോണം കൊണ്ടുപോകാം. നമുക്ക് റിസൾട്ടൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. പറഞ്ഞ പോലെയൊക്കെ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ, പച്ചക്കറിയും ഇറച്ചി മീനൊക്കെ ഫ്രൈഡ് അല്ലാത്ത രീതിയിൽ കഴിക്കാം. ഇതെല്ലാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു മടി തോന്നാതിരിക്കാനും പുറകോട്ട് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറയുന്നത്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും കുറച്ച് പേരെങ്കിലുമൊക്കെ അതിൽ ഫുഡ് പ്ലേറ്റ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലില്ലാത്തവർ ഈ വീഡിയോസൊക്കെ തന്നെ കണ്ട് വർക്കൗട്ടൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് നമ്മളോട് പറയുകയും വേണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സ്ട്രെച്ചിങ് വീഡിയോ കാണാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. നമ്മുടെ കൈ നേരെ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് നമ്മുടെ കൈപ്പത്തി ഉള്ളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് കൈ 1 2 3 4 5 6 7 8 9 10. അത് തന്നെ നമ്മൾ നേരെ വെച്ചത് നേരെ ഓപ്പോസിറ്റായിരിക്കും വെച്ച് ചെയ്യണേ. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് വൺ. വീഡിയോ ശ്രദ്ധിക്കണേ. ഈ പൊസിഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തണം കുറച്ച് നേരം. 1 2 3 4 5 6 7 8 9 10. ശേഷം ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് വൺ. വീഡിയോ നോക്കണേ. കാലുകളും നമ്മൾ നിലത്ത് ഫുള്ളായിട്ട് കുത്താതെ പൊക്കി വെക്കണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നെക്സ്റ്റ് വൺ. കൈകൾ രണ്ടും ബാക്കിൽ കെട്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റണ അത്രയും കുനിഞ്ഞ് സ്ട്രെച്ച് ചെയ്യാം.
1 2 3 4 5 6 7 8 9 10 11 12 13. നെക്സ്റ്റ് വൺ. ഒരു കാല് നെഞ്ചിനോട് അടുപ്പിച്ച് 2 കൈകളും കൊണ്ട് നെഞ്ചിനോട് അടുപ്പിച്ച് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് കാല് അതേ കാര്യം തന്നെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് സൈഡ്. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് വൺ. കൈ രണ്ടും മേളിലേക്ക് ഉയർത്തി നമ്മുടെ കാൽപാദത്തുമ തൊട്ട് തറയിൽ തൊടാനായിട്ട് നോക്കുക. പെട്ടെന്നൊന്നും നമ്മളെ കൊണ്ട് അങ്ങനെ തൊടാനായിട്ട് പറ്റില്ല. എൻ്റെയും ഇപ്പോഴും പൂർണ്ണമായിട്ട് നിലത്ത് എത്തിയിട്ടില്ല. എന്നാലും നമ്മൾ പറ്റണ പോലെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. നെക്സ്റ്റ് സ്ട്രെച്ചിങ്. ഞാൻ ദിവാങ്കോട്ടുമ്മയിലേക്ക് കാല് വെച്ചിട്ട് നമ്മുടെ ബോഡി പയ്യനെ വളച്ച് മുട്ടിലോട്ട് ആഞ്ഞ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതേപോലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാം കേട്ടോ. അത് തന്നെ നമ്മൾ കാല് മാറ്റി ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് നമ്മൾ തറയിൽ ഇരുന്നിട്ടാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. താഴെ നമ്മൾ ഇരിക്കാം. എന്നിട്ട് നമ്മളുടെ കാലുകൾ നീട്ടി വെച്ചിട്ട് കാലിൻ്റെ അറ്റത്ത് തള്ളവിരലിൽ പിടിക്കാൻ കണക്കാക്കി മുന്നോട്ട് ആഞ്ഞ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാം കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഹോൾഡ് ചെയ്യാം. ഫുള്ളായിട്ട് നമുക്ക് മുട്ടുമേലോട്ട് നമ്മളുടെ മുഖം എത്തിക്കാനായിട്ട് ഇപ്പോൾ പറ്റില്ല. നമ്മളെ കൊണ്ട് എത്ര ഹോൾഡ് ചെയ്തേക്കാൻ പറ്റുമോ അങ്ങനെ ഹോൾഡ് ചെയ്യാം. ശേഷം കാലുകൾ 2 സൈഡിലേക്ക് വൈഡാക്കി വെച്ചുകൊണ്ട് മുന്നിലോട്ട് ആഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാം. വയറിനൊക്കെ നല്ല ടൈറ്റ് തോന്നും. അതൊന്നും കാര്യമാക്കണ്ട. നല്ല സ്ട്രെച്ചിങ്ങാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ. ഒരു കാല് ഉള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ചേക്കാണ്. ചമ്പളപ്പടിയൊക്കെ ഇട്ടിരിക്കുന്നതിനെ പോലെ തന്നെ ഒരു കാല് ഉള്ളിലോട്ട് വെച്ചിട്ട് മറ്റേ മുട്ടിലേക്ക് മുഖം ആഞ്ഞൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക കേട്ടോ. സെയിം തന്നെ നെക്സ്റ്റ് കാല് റിപ്പീറ്റായിട്ട് ചെയ്യാം. നടുവിനും മുട്ടിനും വയറിനും മൊത്തത്തിൽ നമ്മുടെ ബോഡി നല്ല റിലാക്സ് ആയിട്ട് തോന്നും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. നെക്സ്റ്റ് വൺ. നേരെ പുറകിലോട്ട് നമ്മളുടെ ഫുൾ ബോഡി ചരിഞ്ഞൊന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുക. നോക്കിക്കോ, വീഡിയോ ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്യണേ. നമ്മുടെ നടുവിനൊക്കെ നല്ല റിലാക്സ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. അത് തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. നെക്സ്റ്റ് വൺ. വീഡിയോയിലിട്ട് നോക്കി മുന്നിലോട്ട് നമ്മുടെ കാലുകൾ രണ്ടും നല്ലോണം സ്ട്രെച്ച് കിട്ടും. ഈ ഒരു സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാലൊക്കെ നല്ല റിലീഫ് ഉണ്ടാവും. വീഡിയോ നോക്കിയിട്ടൊന്ന് ചെയ്യാം കേട്ടോ. ഒന്ന് കുറച്ച് നേരം അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താം. ഒരു 2-3 പ്രാവശ്യം ആ സെയിം തന്നെ നമ്മൾ ഒന്ന് റിപ്പീറ്റായിട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ. കാലുകൾ രണ്ടും പറ്റണ പോലെ
പറ്റണ അത്രയും നമ്മൾ വൈഡാക്കി വെക്കുക. എന്നിട്ട് ഇതേപോലെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒരു മുട്ട് മടക്കി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുക കുറച്ച് നേരം. ശേഷം അടുത്ത കാലും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്ട്രെച്ചിങ് ആണ്. വീഡിയോയിലോട്ടൊന്ന് നോക്കിയേ. കാലുകൾ ഒന്ന് വൈഡാക്കി വെക്കുക. എന്നിട്ട് നമ്മളുടെ ഫുൾ ബോഡി ഫ്രണ്ടിലോട്ട് ഇതേപോലെ ആഞ്ഞ് നിൽക്കുക. എത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാം. അപ്പോൾ നമ്മളുടെ സ്ട്രെച്ചിങ് വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു. എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. എൻ്റെ ഫുഡ് പ്ലേറ്റ്സ് ഞാൻ ഇവിടെ കാണിച്ചേക്കാവേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓട്സ് കൊണ്ടൊരു ഓംലേറ്റ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ റാഗിയുടെ പുട്ടും ഒരു കഷ്ണം മീൻകറിയും കുറച്ച് കുക്കുംബർ മാത്രമാണ് കേട്ടോ കഴിച്ചത്. ഒരു 6 മണിയാകുമ്പോൾ ഞാൻ ഈ മീഡിയം സൈസ് പേരയ്ക്കയും മാതള നാരങ്ങയാണ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.